ഹലോ ഗായ്സ്, കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഈ അക്കൗണ്ടിലൊരു സ്റ്റോറി ചെയ്യുന്നുണ്ട്. വേറെ ഒന്നുമല്ല, നമ്മുടെ ഈ കാണുന്ന ബസ്സിൻ്റെ ഈ സ്ലൈഡിങ് ഗ്ലാസ് അതിൻ്റെ ഒരു സ്റ്റോറി ഞാൻ അക്കൗണ്ടിലിട്ട സമയത്ത് എനിക്ക് ഇതേപോലെ ഒരു എൻക്വയറി വന്നു. അത് എങ്ങനെയാണ് ചെയ്തത്, അതുപോലെ തന്നെ അത് എളുപ്പമാണോ അല്ലെങ്കിൽ ഒന്ന് പറഞ്ഞു തരുമോ അങ്ങനെ ചോദിച്ച് ഒരുപാട് എൻക്വയറീസ് വന്നു. സോ അതിന് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണിത്. ഈ കാണുന്ന രണ്ട് ബസ്സുകൾ ഞാൻ ATP കൺസെപ്റ്റിൽ ബെല്ലിയുടെ അതായത് ഹൈറ്റ് അല്പം കൂടെ കൂടിയിട്ടുള്ളൊരു മോഡലിലേക്ക് ചെയ്തു വെച്ച ബസ്സുകളാണ്. പിന്നെ കോർപ്പറേറ്റ് ജോലിയിലോട്ടൊക്കെ കയറി പിന്നെ സാറ്റർഡേ സൺഡേ മാത്രമേ ഫ്രീ ഉള്ളൂ. സോ മൊത്തത്തിൽ പണിയൊക്കെ മുടങ്ങി കിടക്കുമായിരുന്നു. സോ അങ്ങനെ കുറേ കാലത്തിന് ശേഷമാണ് സ്റ്റോർ ചെയ്യുന്നിടുന്നത്. അപ്പം ആ ഒരു സ്ലൈഡിങ് ചെയ്യാനായിട്ട് നമ്മൾ വിൻഡോ ഇങ്ങനെ ആക്കണം. ഇങ്ങനെ മീൻസ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന വിൻഡോ ഗ്ലാസ് ഇല്ല, അപ്പം അവിടെ കാണുന്നൊരു വിൻഡോയ്ക്ക് ഗ്ലാസ് ഉണ്ട്. അത് തമ്മിലുള്ള ഒരു ഡിഫറൻസ് ഞാൻ പറഞ്ഞു തരാം എന്താണ്. സോ അതേപോലെ ചെയ്യുന്നതിനുള്ള ഒരു സ്റ്റാർട്ടിങ് നമ്മൾ ബസ്സിൻ്റെ ഈ സൈഡ് ബോഡി കട്ട് ചെയ്യുന്ന ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ തുടങ്ങുന്നത്. ഇങ്ങനെയാണ് നമ്മൾ സൈഡ് ബോഡി കട്ട് ചെയ്യുന്നത് അല്ലേ. സോ ഇങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമ്മൾ അഡീഷണൽ സപ്പോർട്ടിംഗ് പീസ് കൊടുക്കുമല്ലോ ഈ പില്ലേഴ്സിന്. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് അതിനേക്കാൾ കട്ട് ചെയ്ത് കുറഞ്ഞ തിക്നെസ് കുറഞ്ഞൊരു ഷീറ്റ് നമ്മൾ അതിനായിട്ട് യൂസ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ കണ്ടില്ലേ ഇതുപോലെ എക്സ്ട്രാ ഒരു പീസ് അവിടെ വരും. എന്താണ് ഒരു ലോക്ക് പോലെ. ഇവിടെ എന്തെങ്കിലും ഓരോ സാധനം കറക്റ്റ് അളവിൽ വെച്ച് കഴിഞ്ഞാൽ തള്ളി അതിൻ്റെ അപ്പുറത്തോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള രീതിയിൽ കണ്ടില്ലേ. ഈ കാണുന്ന ഈ ഒരു പോർഷനാണ് നമ്മുടെ ഈ ഒരു ഗ്ലാസ്സിനെ അവിടെ ഹോൾഡ് ചെയ്ത് നിർത്തുന്നത്. സോ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ആ ഗ്ലാസിൻ്റെ മെറ്റീരിയൽ യൂസ് ചെയ്യും. ഇവിടെ ഞാൻ ഗ്ലാസ്സിനായിട്ട് യൂസ് ചെയ്യുന്ന ഈ ഒരു ഷീറ്റാണ്. ഇത് അക്രിലിക് ഷീറ്റാണ്. സോ പോളികാർബണേറ്റ് ഉണ്ട്, അതുപോലെ പല തിക്നെസ്സിലുള്ള ഷീറ്റുണ്ട്. ഇത് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പീസ് ഇവിടെ കറക്റ്റായിട്ട് ഇതേപോലെ ഇറക്കി വെക്കാൻ പറ്റും. കാരണം ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഈ ഒരു മൂവ്മെൻറ്റ്സ് പോസിബിൾ ആവുന്ന അപ്പുറത്തൊരു ഹോൾഡിംഗ് പീസ് വരുമ്പോഴാണ്. ഇത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല. ഈ ഒരു പീസില്ലേ, ഇത് വെച്ച് നമുക്കിവിടെ അഡീഷണൽ ഒരു ലോക്ക് ആ ഗ്ലാസ് ഇപ്പുറത്തെ സൈഡിലോട്ട് ഇങ്ങോട്ട് തള്ളാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ലോക്കും സെറ്റ് ചെയ്യും. കയ്യിലെല്ലാം നല്ല പെയിൻ്റ് ഉണ്ട്. സോ അങ്ങനെ ചെയ്തതിൻ്റെ ഒരു ഫൈനൽ ഔട്ട്കമാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. കാരണം ഗ്ലാസ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ സ്മൂത്താണ്. അതുകൊണ്ടോ നല്ല കൂളായിട്ട് അതിനുള്ളിൽ നിന്ന് ആ സ്ലൈഡ് ആ ഒരു മൂവിങ് ആണ്, വളരെ സ്മൂത്താണ്, നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പം ഇതാണ് അതിൻ്റെ ഒരു ഫൈനൽ ഔട്ട്പുട്ട് വരുന്നത്. ഈ ഒരു സെയിം അതാണ് നമ്മളുടെ ദ്രോണയുടെ സൈഡിലത്തെ വിൻഡോയിലും ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ ബസ്സിൻ്റെ ഒരു സൈഡ് വിൻഡോയിലോട്ട് നോക്കുമ്പോൾ കാണാം, ഇവിടെ കണ്ടില്ലേ ആ ഒരു കുഴിക്കുള്ളിൽ ഇതിരിക്കുന്നതുകൊണ്ട് വളരെ സ്മൂത്തായിട്ടാണ് അതിൻ്റെ ഉള്ളിൽ കൂടി ഇത് ഗ്ലാസ് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഇവിടെ അഡീഷണലി ഒരു ലെയർ ഒരു ലോക്ക് പോലെ ഇവിടെ ഇടും. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഒന്നും അകത്തോട്ട് ഇറങ്ങുന്നത്. ശരിക്കുള്ള ബസ്സിൽ ഒരു റബ്ബറിൻ്റെ പീസില്ലേ എന്ന് പറഞ്ഞാൽ. സോ അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ, സീ യു സൂൺ.